ഈ ഭൂമിയിലെ എൻ്റെ സ്വർഗ്ഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അതെ ഈ വീടാ. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്. ഞാൻ ജനിച്ചു വളർന്ന ആ ടൈമിലൊന്നും എൻ്റെ വീട് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഒരു ഒഞ്ഞു ഓല വീടായിരുന്നു. അവിടുന്ന് മാറി അതൊരു ഓടിട്ട വീടാക്കി. അതിനുശേഷം ഈ വീടാവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. മറ്റുള്ള കൂട്ടുകാരുടെയൊക്കെ ടെറസിട്ട വീട്, അതുപോലെ അവരുടെ വീട്ടിൽ സോഫ, അവരുടെ വീട്ടിൽ കറണ്ട് തുടങ്ങി ഒരു ടേബിള്, ഇതുപോലൊരു ബേസിൻ വരെ എൻ്റെ ഒരു സ്വപ്നങ്ങളിൽ പെട്ടതായിരുന്നു. തിരുപ്പൂർ ബേക്കറിക്കാരനായിരുന്നു എൻ്റെ പക്ഷിക്ക് അതൊന്നും സാധ്യമല്ലായിരുന്നു. അനിയന്മാരൊക്കെ ഗൾഫിൽ പോയി, ഉപ്പച്ചിൻ്റെ കച്ചവടം ഒന്നും കൂടി ലെവലായി, സ്വപ്നങ്ങളൊക്കെ സാധ്യമായി. പക്ഷെ സ്വപ്നങ്ങളൊക്കെ സാധ്യമായി. ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാം ഉണ്ട്. പക്ഷേ ഈ വീട്ടിലിപ്പോൾ ഞാനില്ല. ഇവിടെ ഇപ്പോൾ ഞാനൊരു വിരുന്നുകാരിയാണ്. വല്ലപ്പോഴും ഒഴിവ് കിട്ടുമ്പോൾ ഒരു ദിവസം കൂടിയാൽ 2 ദിവസം, അതിലപ്പുറം അക്കുവിൻ്റെ വീട്ടിലെ ശമ്പളം ഇല്ലാത്ത ജോലിക്കാരിക്ക് ഒരു ഇടത്താവളം, ഒരു വിരുന്നുകാരി, അതാണിപ്പോൾ എൻ്റെ വീട്. എനിക്ക് വെച്ചിട്ട് നിങ്ങൾ ആണുങ്ങളെ അങ്കരിക്കൊന്നും വേണ്ട. ഞങ്ങൾ പെണ്ണുങ്ങളില്ലെങ്കിൽ ആ വീടിന് വീട് എന്നുള്ള പേര് തന്നെ പറയാൻ പറ്റൂല കേട്ടാ. ഈ ഭൂമിയിലെ എൻ്റെ സ്വർഗ്ഗം ഏതാന്ന്